ഗൈസ്, അപ്പോൾ ഇന്നലെ രാത്രി മലബാർ തട്ടുകടയിലെ ഫുഡിങ്ങിന് ശേഷം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കറിച്ചട്ടി, അജ്മാനിലെ കറിച്ചട്ടി. അപ്പോൾ ഇനി ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. അപ്പം ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട്. ഇതുണ്ട് ഇവരുടെ ഐറ്റം ഊണാണ് കേട്ടോ. ഊണ്, കുറേ കറികളും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതാണ്ട് പായസം വെച്ചിട്ടുണ്ട്, പിന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ട്. തോരൻ, പപ്പടം, അച്ചാറ്, കപ്പയും മീനും, മറ്റേ എരിശ്ശേരി ആയാലും അങ്ങനെ ഏതാണ്ട് 2 കൂട്ടം അച്ചാറ്, കൂട്ടുകറി, പരിപ്പ്, മീൻകറി. ഓക്കെ, എൻ്റെ ഐറ്റം വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. വരും. ഓക്കെ, അപ്പോൾ എൻ്റെ ഐറ്റവും വന്നിട്ടുണ്ട്. മട്ടൻ ബിരിയാണി. ഇതേ അടുത്തത് ഇവിടെ ഇതെന്തൊരു മീനാ ഇത്? കുഞ്ഞമ്മത്തി വറുത്തത്. ഇവിടെ ബീഫ് ഫ്രൈയും വന്നിട്ടുണ്ട്. അച്ചായ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പണ്ടേ കൂടെ. അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അച്ചായൻ്റെ വണ്ടി വാഷ് ചെയ്യാനായിട്ട് പോയി ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് ചെയ്യുന്ന സംഭവം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ കൊണ്ടുപോയതാണ് ഞങ്ങളെ. സംഭവം നല്ല രസമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് GTA 5 നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മുടെ കാറൊക്കെ കയറ്റി ഇതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. എന്തായാലും രസമുണ്ടായിരുന്നു അത്. ഗൈസ്, അപ്പോൾ നമ്മുടെ അച്ചായൻ്റെ വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് പവറാക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ചുറ്റും നടന്നിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് മുമ്പേ കാണിക്കണമെന്ന് ഞാൻ കരുതാണ്. പിന്നെ കുറേ വണ്ടിപ്രാന്തന്മാർ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഈ വണ്ടിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എടുത്തിട്ടേക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി വാഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. മൊത്തം മലനിരകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട് പോവുകയാണ്. താഴോട്ട് പിടിച്ചോ. നമ്മൾ ഇതുവരെയും ആ ഒരു പറഞ്ഞ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടില്ല ഗൈസ്. പാതി വഴി ആയിട്ടേ ഉള്ളൂ. പാതി വഴി വന്നിട്ട് താഴോട്ട് നോക്കിയാൽ ഇതാണ് വ്യൂ. എങ്ങനെയുണ്ട്? മാക്സിമം വണ്ടി പോകുന്ന സ്ഥലത്ത് നമ്മൾ വന്നു. ഇവിടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മേലോട്ട് പോകാൻ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തായിട്ട് സ്കോപ്പ് മാതിരി എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് അതിനകത്തൂടെ നോക്കിയാൽ എന്താ കാണുന്നതെന്ന് നോക്കാം. ഇതേണ്ട കേട്ടോ സ്കോപ്പ്. താഴത്തെ വ്യൂ കാണിച്ചു തരാം ആദ്യം. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഞാനൊന്ന് ഗ്ലാസ് മാറ്റിയിട്ട് സ്കോപ്പ് നോക്കട്ടെ. അപ്പോൾ ഈ സംഭവത്തിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴെ കുറച്ച് ദൂരം കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിനകത്തൂടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്തൂടെ കാണാൻ പറ്റുമോ? കണ്ടോ സംഭവത്തിനകത്ത് കയറി പോകേണ്ട അളിയൻ. ഇവിടെ വന്നതുകൊണ്ട് എന്തായാലും ദുബായിൽ തന്നെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ATM കാണാൻ പറ്റി ഗൈസ്. ഇതാണ് ആ സാധനം. ഇവിടെ വ്യൂവിങ് ഡെക്ക് പാർക്ക് എന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഉണ്ട് സ്കോപ്പ്, ബൈനോക്കുലർ. ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ നമുക്ക് കടലും അതിനപ്പുറത്ത് കടലിനപ്പുറത്തല്ല, കടലിൽ ഇതൊരു കപ്പൽ കിടക്കുന്നതും കാണാം. പക്ഷേ കുറച്ച് സമയം എടുക്കണം കേട്ടോ. 1200 മീറ്ററിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ മുകളിൽ. പിന്നെ ഇവിടെ നല്ല വൃത്തിയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ കാര്യം നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. നല്ല നീറ്റാണ് എല്ലായിടവും. വരുന്ന എല്ലായിടത്തും അത് ഈ പാറയുടെ മണ്ടേ വരെ അവർ ചെടിയും ഒക്കെ വെച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിക്കാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഗൈസ്, ഇതിൻ്റെ മണ്ടയിൽ പിന്നെ
ചെറിയ പാർക്ക് പോലൊരു സംഭവം ഒക്കെയുണ്ട്. കൊച്ചുപിള്ളേർക്കുള്ള പ്ലേ ഗ്രൗണ്ടല്ല, കൊച്ചുപിള്ളേർ കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതേ ഒരു കൊച്ചിരുന്ന് ഊഞ്ഞാലാടുന്നു ഗൈസ്. ഈ ഊഞ്ഞാൽ കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഇത്തിരി വലിയ ഊഞ്ഞാലാട്ടോ, ബാത്ത് ടബ് കണക്കുണ്ട്, അതിങ്ങനെ കിടക്കാം. ഇത് കൊള്ളാം സംഭവം. പക്ഷേ ഇവിടുത്തെ ഈ വെതറിന് ഉറപ്പാണ് ഈ വെയിലത്ത് കറുത്തു പോകും ഗൈസ്. സൺസ്ക്രീൻ യൂസ് ചെയ്താലും എന്ത് യൂസ് ചെയ്താലും കറുത്തു പോകും, ഉറപ്പാണ്. ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ചൂടെന്ന് വെച്ചാൽ നല്ല കാറ്റ്, തണുത്ത കാറ്റുണ്ട്, പക്ഷേ വെയിലിന് നല്ല ചൂടുമുണ്ട്. അങ്ങനത്തെ ഒരു വെതർ. ഗൈസ്, അങ്ങനെ ജബൽ ജെയ്സിലെ പ്രയാണം കഴിഞ്ഞ് ഫിനിക്സ് വൈറ്റിയും കൂട്ടുകാരും തിരിച്ച് മല ഇറങ്ങാൻ പോവാണ്. നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ഇനി വണ്ടി കയറുന്നു, താഴെ പോകുന്നു, ഒരു ചായ വേണം കുടിക്കണം, പോകണം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇവിടെ ജബൽ ജെയ്സിൻ്റെ മണ്ടയിൽ, ഈ മലയുടെ മണ്ടയിൽ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു കട കണ്ട് ഇവിടെ കയറി ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഇത് ചായ നല്ല കടുപ്പമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അന്നേരം ഇവിടെ എന്തോ ഈ ഗെയിമിൻ്റെ പേര് ബില്ലിയാർഡ്സ്. അച്ചായൻ ബില്ലിയാർഡ്സ് പഠിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് അച്ചായൻ നിന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ബോൾ തട്ടിയിടാൻ അറിയാം എന്നേ ഉള്ളൂ എനിക്ക്, പക്ഷേ ബില്ലിയാർഡ്സ് എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ എന്താ സംഭവം. അപ്പോൾ ഞാൻ ചെയ്യട്ടെ, ഈ ഒറ്റ കളർ വരുന്ന എല്ലാം ഒരാൾക്കും, ഇവിടെ വൈറ്റ് വരുന്നത് ഒരാൾക്കും. ഒന്നും പോയിട്ടില്ല. വെള്ള വെച്ചിട്ടാണ് അടിക്കേണ്ടത്. വെള്ളയിൽ അടിക്കണം. അതായത് വെള്ളയാണ് ഫസ്റ്റ് അടിക്കേണ്ടത്. വെള്ളം അടിച്ച് ഏത് വെള്ളം ഇടാം, ഏത് വെള്ളം ഇടാം. ബ്ലാക്ക് ഒഴിച്ച്. ബ്ലാക്ക് അങ്ങനെയല്ല, ഈ കൈ പിടിക്കുന്നതുണ്ടോ, ഇത് ഈ കൈയുടെ ഇടയിൽ കൂടെ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ കൈ പിടുത്തി വെച്ചിട്ട് ഇത് കണ്ടോ, ഇതിൽ ഓടണം. അപ്പൊ സ്ട്രൈറ്റ് കിട്ടും. എന്നിട്ട് അടിക്കണേ സ്ട്രൈറ്റ്. നമ്മളിങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ പോകും. കൈ പിടിച്ച് ഇത് മാറ്റിയേക്ക്, ഇത് വേണ്ട. ഇങ്ങനെ അങ്ങനെയല്ല കൈ പിടിച്ചത്. അയ്യോ, എളുപ്പമല്ല. ഇത് മൈനസ് അല്ല, 2 ഷോട്ട് അടിക്കും. പക്ഷെ എനിക്കും കോയിൻ ഉണ്ടല്ലോ. എവിടെ പോയത്? സ്റ്റിക്ക് താഴെ മുട്ടിക്കരുത്. ഓക്കെ, അടിക്കാം, ഇഷ്ടം അടിക്കാം. ബ്ലാക്ക് ഒഴിച്ച് അടിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇങ്ങനെ വെച്ചേ അടിക്കാൻ പറ്റത്തുള്ളൂണ്ടോ? ഇല്ല, ഇങ്ങനെ അടിച്ചൂടെ? അങ്ങനെ അടിക്കാം. ഓക്കെ, ചാടിപ്പോവും. ഇത് ചുമ്മാതെ അല്ല, ഓരോ രീതിയുണ്ട്. ഇത് രണ്ടുവട്ടം കളിക്കുമ്പോൾ തെറ്റാ അതൊക്കെ. എടേ, ക്യാരം കളി തന്നെ തോപ്പിക്ക്. എന്നെ മറ്റോട് വെല്ലു വിളിക്കണം പറഞ്ഞ കൂട്ടാണ്. ഇല്ല, ഇത് കറത്തില്ല. ഫൗള് വീണില്ല. റിട്ടേൺ. ഇവിടുന്ന് എങ്ങനെ അടിക്കാല്ലേ? ഓ, ചെത്തര നടക്കത്തില്ല. അതാ ഡയറക്റ്റ് കൊണ്ടാലും ഫൗളാണോ? അതീ കൊണ്ടിട്ട് മറ്റത് വീണ ഡബിൾ കളറിൽ അടിക്കുക. അല്ല, തറയിലല്ല അടിച്ചത്. എനിക്ക് അടിക്കാൻ പറ്റുള്ളതേ, അത് എന്റെ ബുദ്ധി. എടി, ഞാൻ സംസാരിക്കുമ്പോൾ മുകളിലത്തെ ബാർ അനങ്ങുന്നുണ്ടോ? ഓ, ഇതൊക്കെ എങ്ങനെ കയറുന്നത്? ഇതിന്റെ പരിപാടി എന്നാ പറയട്ടെ, അങ്ങനെയല്ല നന്ദു, ഇതിന്റെ പരിപാടി എന്നാ പറയട്ടെ. നമ്മുടെ ഈ തടി ഇടുന്നില്ലേ, ഇതാണ് ഇതിന്റെ കറക്റ്റ് പൊസിഷൻ. എന്താ ഇങ്ങനെ ഓടണം. അതുപോലെ തന്നെ അതാണ് ആ താടിയുടെ. ഇല്ല, കയറത്തില്ല.
കൈ കൂടെ പോയി ഇതാ ഇങ്ങനെ വെച്ചാൽ അതെ അങ്ങനെ വെച്ചില്ല ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത് എന്നിട്ട് താടി ഇവിടെ കറക്റ്റ് പോയിന്റ് ഇതൊക്കെ എന്ത് അനജോ ബ്രൗൺ ആ ബ്രൗൺ ഓക്കെ ഇപ്പം നോക്കിയോ കളി മാറുന്നു അച്ചായ തോറ്റ് ഇതൊക്കെ മാറ്റി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അറിയാവുന്നവർക്ക് അറിയാം ഇത് ഇവിടെ അല്ലേ വെക്കണ്ടേ അതെല്ലാം ഒറ്റ നമ്പർ ആയിരിക്കും വൈറ്റ് മുഴുവൻ എന്റെ കോയിനെല്ലാം ഇരട്ടയായിരിക്കും അടിപൊളി കൊതവറയുടെ മാമനെ കണ്ടതാ ഞാൻ ബാക്കി വന്നാൽ ഇനി എങ്ങനെ കളിക്കും അതെ ഞാൻ വേറെ കാര്യം പറയട്ടെ. നന്ദു ഒരു കാര്യം പറയട്ടെ. ഈ ബോളില്ലേ ഈ ബോളിന്റെ അടിയിലടിച്ചാൽ ഇതൊക്കെ ഈ ബോളിന്റെ ഇവിടെ അടിച്ചാൽ കൊണ്ടിട്ട് ബോൾ തിരിച്ചു വരും ബോളിന്റെ ഈ സൈഡിൽ അടിച്ചാൽ ഈ ബോൾ കറങ്ങി ചെന്ന് അപ്പുറ സൈഡ് അടിക്കും അങ്ങനെ കുറേ ഉണ്ട് മുകളിൽ അടിച്ചാൽ ഈ പോക്കറ്റിൽ തന്നെ പോകും ഓക്കെ ഇപ്പൊ നീ എങ്ങനെ അടിക്കും എങ്ങനെ അടിക്കണം പറ ഇത് ഈ പോക്കറ്റിൽ കളയാനായിട്ട് വലിച്ചിടിക്കണം പുറകിൽ തന്നെ ഇത് വേഗം മാറ്റണം ഡബിൾ അടിക്കരുത് ഓക്കെ ഇവിടെ അല്ലേ അല്ലല്ല കൈ ഏറ്റിട്ടോ കയറ്റി വെക്കാം ഇവിടെ വരെ വെക്കാം ആ എവിടെ വേണമെങ്കിലും വയ്ക്കാം ഓക്കെ താടി കുഞ്ഞിട്ടെ ഇത് വേഗം എടുക്കണം സ്റ്റിക്കും കൈയും ഒറ്റയടി അച്ചായൻ്റെ ചാൻസ് കളഞ്ഞു കൈസ് അച്ചായന് വാശിയായി കൈസ് ഇവിടെ ഒന്നും കളിക്കാൻ പറ്റില്ല അപ്പോൾ അച്ചായനുമായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു ബില്ലിയാർഡ്സ് കളിയും കളിച്ചിട്ട് ഞങ്ങൾ ജബൽ ജെയ്സിൽ നിന്ന് തിരിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.